വാഴ 3 റിലീസാകാൻ പോകുന്നു, അല്ല വരാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ പുതിയ ചർച്ച. അപ്പോൾ ഇവിടെ ആദ്യത്തെ 2 മൂവീസിലും അത് നമുക്കറിയാം ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചു. 50 CR ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ 50 ലക്ഷത്തിൽ കടന്നു, ലക്ഷങ്ങൾ സമ്പാദിച്ചു. വലിയൊരു വിജയം ഉണ്ടായി ആ പടത്തിനെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ശരി, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ മൂന്നാമത്തെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കഥ വരുന്നതെന്ന് പറയുമ്പോൾ പലരുടെയും കമൻറ്റ്, സ്ത്രീകൾക്ക് എന്താണ് ഇത്രമാത്രം പറയാനുള്ളത്, അവരുടെ എന്താണ് കഥ ഇത്രമാത്രം എഴുതാനുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ പാട്ടുകൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് അധിക പാട്ടുകൾ സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടുകളൊക്കെ നോക്കുമ്പോൾ അത് ചില ആളുകൾക്ക് അതവർക്ക് നല്ല സുഖമാണ്, അത് നല്ല പാട്ടാണ്, അത് നല്ല പാട്ടാണ്. എന്താ അത് സ്ത്രീകളെ വർണ്ണിക്കുന്നതാണ്, മറ്റെന്താ ഇല്ലേ പാട്ടിലധികം സ്ത്രീകളെ വർണ്ണിക്കുകയാണ്. അവരുടെ ഓരോ രീതികളെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. കണ്ണിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചും അവരുടെ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ അതിലൊന്നും സുഖമില്ല, അതിലൊക്കെ നല്ല ആളുകൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഇങ്ങനെ കഥ വരുന്നു, അവിടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കഥ വരുന്നു, ചില ആളുകൾ ചോദിക്കുന്നു അവർക്ക് ഇത്രമാത്രം എന്താ കഥ. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഉണ്ട്, അതിൽ പറയാണ് പെൺകുട്ടി. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുകയാണ് അത്ര. നടന്നു പോകുമ്പോൾ മറ്റൊരു ആൾ പറയാനത്ര കമൻറ്റാണ്, ഓളെ നോക്കി പഠിക്കും, ഓളാണ് എന്ത് സംഭവം, ഒക്കെ നല്ല സൗന്ദര്യമുണ്ട്, കുറച്ച് ഫാഷനായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഭാര്യ വലിയ ഫാഷനൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ സാധാരണ വീട്ടമ്മയാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അവൻ്റെ മകള് പിന്നീട് വന്നിട്ട് വീഡിയോ ചെയ്യുകയാണ്, എന്നെ കണ്ട് പഠിക്കുക, ഞാൻ പണിക്കും പോകുന്നില്ല, വിവാഹം കഴിച്ചിട്ട് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഷോർട്സൊക്കെ ഉണ്ടാക്കും, യൂട്യൂബിൽ നിന്ന് വരുമാനം ഇങ്ങനെ ജീവിക്കുകയാണ് അവൾ. ആരുമില്ല, വിവാഹമൊന്നും ചെയ്തിട്ടില്ല. ഇതാണെങ്കിൽ ഇവൾ കഷ്ടപ്പെട്ട് മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന് വിവാഹം ചെയ്ത് 2 കുട്ടികളുടെ അമ്മയായി ഈ കുടുംബം നോക്കി, അച്ഛനെ നോക്കി, അമ്മേനെ നോക്കി, അവൻ്റെ ഈ മക്കളെ നോക്കി ഇങ്ങനെ ജീവിക്കുക ഇവിടെ. എന്നിട്ട് എന്നെ കണ്ടു പഠിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഒരു വൈറലായ വീഡിയോ ആണ് പെൺകുട്ടി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, പലപ്പോഴും പല ആളുകളും വിചാരിക്കുന്നത് സ്ത്രീകൾക്ക് നല്ല സുഖമാണ്. കാരണം എന്താ, വീട്ടിലിരുന്നാൽ മതി, ഒരു പണിക്കും പോകണ്ട, പിന്നെ നമ്മളെ മക്കളെ നോക്കണം, നമ്മൾ തന്നെയല്ലേ മൊത്തത്തിൽ. ചില ആളുകൾ പോയി ഓൻ്റെ കുഞ്ഞെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് ദാമ്പത്യത്തിൽ വളരെ വിള്ളലുണ്ടാക്കും. നമ്മുടെ മക്കളെ നോക്കണം, പിന്നെ അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം, നമ്മുടെ മാതാവിനെ പിതാവിനെ നോക്കണം, വയസ്സായവരുണ്ടെങ്കിൽ. അതുപോലെ ചില വീട്ടിലൊക്കെ പശുവിനൊക്കെ കാണാം, ആടൊക്കെ കാണാം, അതിനൊക്കെ നോക്കണം. അതാരാ വീട് വൃത്തിയാക്കലാണ്. ഇന്നൊക്കെ ചെറിയ വീടില്ലല്ലോ, ഇന്ന് ടൈൽസ് ഇട്ടുള്ള അടിപൊളി വീടാണ് അധികവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൊത്തം വലിയ വീട് വെക്കുമ്പോൾ ഞാൻ അധികം ആളോട് പറഞ്ഞില്ല ചെറിയ വീട് ഉണ്ടാക്കുന്നത്. കാരണം ഉമ്മ പടാപാട് പെട്ടു, ആ മാതാവ് അവിടെയുള്ള സ്ത്രീ വലിയ വീടുണ്ടാക്കുമ്പോൾ. കാരണം ഇത് പുരുഷനിങ്ങനെ പൈസ ചിലവാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി, വൃത്തിയാക്കണ്ടേ. 2 നിലയാക്കിയിട്ട് വെറുതെ വൃത്തിയാക്കാൻ മാത്രം, 2ാമത്തെ നില വൃത്തിയാക്കാൻ മാത്രമേ പണിയുള്ളൂ. മാസത്തേക്ക് ഒരിക്കൽ, ആഴ്ചക്കൊരിക്കൽ വൃത്തിയാക്കൽ മാത്രം. അവിടെ താമസമില്ല, കാരണം ആകെ ഒരു ഭാര്യ 2 കുട്ടികളേ ഉള്ളൂ. അവർക്ക് 2 റൂം താഴെ തന്നെ ഉണ്ട്, മുകളിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ വൃത്തിയാക്കണ്ടേ, കാറ്റടിച്ച് ചെയ്ത് ഇല വീണ് വൃത്തി. അപ്പോൾ അതുപോലെ സ്ത്രീകളുടെ പണി നമ്മൾ പലപ്പോഴും കാണുന്നത്. നമുക്കിപ്പോൾ പ്രവാസ ലോകത്തും പോയി 2 മാസം 3 മാസം മുണ്ടാതെ റെസ്റ്റ് എടുക്കാം, അധികം പ്രവാസികളാണ് എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ നേരെ മറിച്ച് അവർക്ക് റെസ്റ്റില്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയാൽ അവർക്ക് പണി കൂടുതൽ. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് 18-20 വയസ്സ് വരെ ഒരു കുടുംബത്തിൽ ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ മകളായി ജനിച്ച് ആ അന്തരീക്ഷത്തിൽ ജീവിച്ച് അവരുടെ കുടുംബക്കാരും അവരുടെ നാടും അവരുടെ കുടുംബവും അവരുടെ അന്തരീക്ഷവും അവരുടെ സ്കൂള്, പിന്നെ മദ്രസ, സ്കൂള്, അവരുടെ സുഹൃത്തുക്കൾ, അങ്ങനെ തന്നെ ജീവിച്ചൊരു പെൺകുട്ടിയാണ് പെട്ടെന്നൊരു സുപ്രഭാതം. ഇപ്പോൾ ഞാനൊക്കെ ഒരുപാട് കല്യാണം കഴിച്ചിട്ട് പാറപ്പള്ളി പോകണം, അപ്പോൾ അത്ര ദൂരമുണ്ട് ഡിഫറൻറ്റ്. അത്രയും ദൂരം ചില ആളുകൾ പാലക്കാട് മലപ്പുറമൊക്കെ വിവാഹം ചെയ്യാറുണ്ട്, കാസർഗോഡ് നിന്ന് പോയിട്ട്. അപ്പോൾ അത്രയും ദൂരത്തേക്ക് ഈ പെൺകുട്ടി വന്ന് ഒരു കുട്ടിയായി വന്ന് വരിക മാത്രമല്ല, പിന്നീട് അവൾക്ക് അവിടത്തേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ ഈ ഭർത്താവിൻ്റെയും ഇവിടുത്തെ മാതാവ് പിതാവിനോട് ചോദിച്ച് ഭർത്താവിനോട് സമ്മതം ചോദിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അവരവസ്ഥ പുരുഷനാണെങ്കിലോ, പുരുഷൻ നേരെ തിരിച്ചു. പുരുഷനാണെങ്കിൽ ഭാര്യ വിട്ടു പോയാൽ 1 ദിവസം, ചില ആളുകൾ 2 ദിവസം, ചില ആളുകൾ ഏറിപ്പോയാൽ 3 ദിവസം. 3-ാമത്തെ ദിവസം കണ്ണൂർ ഭാഗത്തിലെ കഥയല്ല പറയുന്നത്, അവിടെ വേറെ സെറ്റിങ്സാണ്. ചില ഭാഗങ്ങളിൽ മാത്രം പുരുഷൻ അവിടെ പോയി നിൽക്കുന്ന അവസ്ഥയുണ്ട്. അവിടെ കേട്ടെ വളരെ ചുരുങ്ങിയതാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു പുരുഷൻ അവിടെ ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്. എങ്ങനെ നിൽക്കൽ, ഞാനൊക്കെ ഒരുപാട് പോകുമ്പോൾ ആലോചിക്കൽ, ഭാര്യ വീട്ടിൽ പോയിട്ട് 1 ദിവസം 2 ദിവസം നിൽക്കണമല്ലോ, അപ്പോൾ എങ്ങനെ ഇപ്പോൾ അവർ ഒപ്പിക്കൽ. കാരണം നമുക്കൊരു സമയം പോവില്ല. അവിടെ ഇതുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം വെറുതെ. പക്ഷേ ഞാൻ അവിടെ പോയി കളിച്ച്, ഇവിടെ പോയി തോട്ടിൽ പോയി കുളിച്ച് മീനൊക്കെ പിടിച്ച്, ആ ഒരു രസകരമായ ഒരു ജീവിതമായിരിക്കും എൻ്റെത്. പിന്നെ എനിക്ക് ഒരുപാട് കുടുംബക്കാർ അവിടെയുണ്ട്. ചില ആളുകൾക്ക് മറ്റു കുടുംബക്കാരൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ ഭാര്യ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഓടി വരും ഇങ്ങോട്ടേക്ക്. ചില ആളുകൾ ട്രോളിക്കൊണ്ട് പറയാറുണ്ട്, ഭാര്യമാരെ ട്രോളിക്കൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്, വളരെ പരിഹാസരൂപേണ. അപ്പോൾ പോകുമ്പോൾ ഷോറിൽ അങ്ങോട്ട് പോകുന്നു, വരുമ്പോൾ മരത്തടി കുറിച്ചുകൊണ്ട് പോലെ വലിച്ചുകൊണ്ടിരണം, ചില ജീവികളെ പുറത്തേക്ക് വിട്ട പോലെ, അത് കൂട്ടുന്ന വിട്ട പോലെ, അങ്ങനെ പല പരിഹാസ രൂപത്തിലുള്ള ഇത് കാർട്ടൂണുകൾ ചെയ്യാറുണ്ട് ചില പുരുഷന്മാർ ആയ ആളുകൾ.
സ്ത്രീകളെ അവഹേളിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഭാര്യമാരെ അങ്ങനെ ഒരിക്കലും പാടില്ല. കാരണം അത്രയും കാലം അവിടെ ജീവിച്ച് 18-20 വയസ്സ് വരെ അവിടെ 20-25 വയസ്സ് വരെയൊക്കെ അവിടെ ജീവിച്ചൊരു പെൺകുട്ടി, അവിടെ മാതാവ്, പിതാവ്, കുടുംബം, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, സ്കൂള്, അതുമായി ബന്ധപ്പെട്ട ആളുകൾ, നിരവധി ആളുകൾ അവരുടെ ഇടയിൽ ജീവിച്ച പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വരാനില്ലാത്ത പ്രയാസം ഉണ്ടാവില്ലേ? നമ്മ ഇവിടുന്ന് പോകാൻ എത്രമാത്രം പ്രയാസപ്പെടുന്നു അത്രമാത്രം പ്രയാസം അവർക്ക് ഉണ്ടാവില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം ഓരോ ആളുകൾ. അതുപോലെ ചില ആളുകൾ കുട്ടികളൊക്കെ ആയ ആളുകൾ കാണുന്നത്, ഇപ്പോൾ അധികം ആളുകൾ 1-2 കുട്ടികളൊക്കെ ആയി കാണുന്നത്, പിന്നെ കാണുന്നത് അവർക്കൊരു സുഖമില്ല, ഒരു സന്തോഷമില്ല, ഒരു സൗന്ദര്യമില്ല, അല്ലെങ്കിൽ ഇതെന്താ. ഇപ്പോൾ ചില ആളുകൾ കമൻറ്റ് കാണാറുണ്ട്, ചില പോസ്റ്റിലൊക്കെ നല്ല പെൺകുട്ടികളുടെ ഫോട്ടോ കാണുമ്പോൾ ചില പോസ്റ്റുകൾ കമൻറ്റ്, ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ വീട്ടിലേനെ പിടിച്ച് പുറത്താക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ച് പുറത്തിടാൻ തോന്നുന്നൊക്കെയുള്ള കമൻറ്റുകൾ പറയാം. സുബ്ഹാനല്ലാഹ്, നമുക്ക് അത്ഭുതമായി പോകും വായിച്ചാൽ. കാരണം നമുക്ക് ഇവിടെ വേണ്ടത് കുറച്ച് പ്രായം സ്ത്രീകൾക്ക് വരുമ്പോൾ പിന്നെ വേണ്ടത് ഭയങ്കരമായ കാരുണ്യമാണ് നമുക്ക് വേണ്ടത്. കാരണം ആ മൊഹബത്ത്, ആ ഇഷ്ടം, ആ സ്നേഹം അത് കുറഞ്ഞു വരും. അത് വിവാഹം ചെയ്ത പാടേ ഉണ്ടായ സ്നേഹം ഉണ്ടാവില്ല, അതാർക്കും ഉണ്ടാവില്ല. നമ്മൾ എത്ര പ്രസംഗിച്ചാലും ഉണ്ടാവില്ല, സംസാരിച്ചാലും ഉണ്ടാവില്ല. അത് നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. അവരെത്ര കഷ്ടപ്പെട്ട ഓരോ പ്രസവിക്കുന്നത്, എത്ര കഷ്ടപ്പെട്ട മക്കളെ നോക്കുന്നത്, എത്ര കഷ്ടപ്പെട്ട വീട് നോക്കുന്നത്. എത്ര നമ്മളിപ്പോൾ നാട്ടിൽ പോയി നമ്മൾ 10,000-15,000 അയച്ചു കൊടുത്താൽ അവർ ചിലവെല്ലാം കഴിയും, നല്ല സന്തോഷത്തിൽ അവർ ജീവിക്കും. നമ്മുടെ നാട്ടിലുണ്ടെങ്കിലോ 25,000-30,000 ഉണ്ടെങ്കിൽ നമുക്ക് തേയില്ല. അപ്പോൾ നമ്മൾ എന്നിട്ട് ആലോചിക്കും, നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചോദിക്കും, നീ ആ പൈസ എന്താക്കി, ഈ പൈസ എന്താക്കി. നമ്മുടെ നാട്ടിലെങ്കിലോ, നമ്മുടെ നാട്ടിൽ ഞാൻ ഭാര്യമാർ ചോദിക്കും, നിങ്ങൾക്ക് ഈ മാസം എത്ര പൈസ ചിലവായിക്കാനുണ്ട്? ഞാൻ ഇത്രയൊക്കെ ചിലവായിട്ടുണ്ടാവും കണ്ട. അപ്പോൾ ഞാനുണ്ടെങ്കിൽ ഞാൻ ചിലവാക്കുന്നത് എത്ര ചിലവാകും? കാരണം നമ്മുടെ ജീവിത സാഹചര്യം മാറി. അവരാണ് ഏറ്റവും ചുരുക്കി ജീവിക്കുന്നത്. നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ അവരെയും കൊടുത്താൽ മതി. കാരണം അവരോട് പറഞ്ഞാൽ ഈ 2 മാസം 3 മാസം ചിലവാക്കണം, ജീവിക്കണം, മക്കളായിട്ട് നീ ചിലവാക്കണം എന്ന് പറഞ്ഞാൽ അവർ പിശുക്കിച്ച് അവർ ജീവിക്കും. നമ്മളുണ്ടെങ്കിൽ ചിലവധിക്കാം ശരിക്കും പറഞ്ഞാൽ. അതേപോലെ ചില ഭാര്യമാർ ദൂർത്താക്കുന്നവരുണ്ടാവും. അവരുടെ ജീവിച്ച വളർന്ന സാഹചര്യം കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ആരെക്കട്ടെ, മറ്റൊരു വിഷയം, വലിയൊരു വിഷയമാണ് ഇത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. അതുപോലെ അവരുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് അവർ 1 പ്രസവിച്ച് 2 പ്രസവിച്ച് ആകുമ്പോൾ അത്ര സൗന്ദര്യം അവർക്ക് ഉണ്ടാകണമെന്നില്ല. പിന്നെ നമുക്ക് വേണ്ട കാരുണ്യമാണ് അവരോട്. ഭയങ്കരമായ കാരുണ്യം, അവർക്ക് ദയവും കാരുണ്യമൊക്കെ നമുക്ക് ഉണ്ടാകണം. ഇത്ര പ്രയാസപ്പെട്ടല്ലോ, നമ്മൾ മക്കളെ നോക്കുന്നല്ലോ, കുട്ടികളെ നോക്കുന്നല്ലോ എന്നില്ല ആ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നമുക്ക് 2 ദിവസം നമ്മളെ കുട്ടീനെ നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചാൽ, എന്നെ പോലത്തെ കഥയല്ല പറഞ്ഞു, സാധാരണ ഒരു പുരുഷനെ ഏൽപ്പിച്ചാൽ, സാധാരണ 90% ആളുകളെ ഏൽപ്പിച്ചാൽ 3-ാമത്തെ ദിവസം തച്ചെത്തി ഒന്നിക്ക് കുഞ്ഞിനെ പോയി തച്ച് പുറത്താക്കും, അല്ലെങ്കിൽ ഓനാണെങ്കിൽ കഴിഞ്ഞ് പോകും. അങ്ങനത്തെ അത്ര കഷ്ടമുണ്ട് ചില കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ കയറി ഇവിടെ കയറി, അത് വലിച്ചിട്ട് ഇത് വലിച്ചിട്ട് ഭയങ്കര സ്ത്രീകളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയേ, 2 കുട്ടികൾ 3 കുട്ടികൾ എന്ന് വെച്ചു, ഇതിന് വരി കൊടുക്കുന്നുണ്ടാവും, അതിന് തുണി പാട്ട് കൊടുക്കുന്നുണ്ടാവും, ഇനി യൂണിഫോം എടുത്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ മറ്റേ കുട്ടി ചോദിക്കുന്നുണ്ടാവും, സ്കൂളിൽ പോകുന്ന കുട്ടി, എൻ്റെ ടിഫിൻ ബോക്സ് കൊടുത്തു, എൻ്റെ പ്ലേറ്റ് കൊടുത്തു, സ്കൂളിൽ കഞ്ഞി കുടിക്കുന്ന പ്ലേറ്റ് കാണുന്നില്ല ബാഗിൽ, എൻ്റെ ഇത് ടൈം ടേബിൾ നോക്കിയിട്ട് ഇന്ന ബുക്ക് കാണുന്നില്ല, ഞാൻ ചോദിക്കുന്നുണ്ടാവും. അതിപ്പോൾ ഉമ്മമാർ കറക്റ്റായി ഞാൻ ഇന്ന സ്ഥലത്തുണ്ടാവും, ഇന്ന് പറഞ്ഞു കൊടുക്കണ്ട. അതിൻ്റെ ഇടയിൽ നമ്മളാണെങ്കിലാ അപ്പോൾ എല്ലാം കടിക്കും, പോയി പിരിച്ചിട്ടെടുക്ക്, മുടി വാരി കൊടുക്കുന്നുണ്ടാവും. അത് അവർക്ക് എങ്ങനെ സാധിക്കുന്നു? അത് അവരുടെ സൃഷ്ടിപ്പ് അങ്ങനെ, അവർക്കേ അത് സാധിക്കൂ, നമുക്കതില്ല, നമുക്കത്ര ക്ഷമ കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്ത്രീകളെ വിലയിരുത്താൻ. അതുപോലെ അവരുടെ പ്രസവവും അതുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളും. ഈ അടുത്ത കാലത്ത് കുടുംബത്തിൽ ഒരു കുട്ടിക്ക് സിസേറിയനുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്തു, പ്രസവത്തിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവൾ വെച്ചൊരു സ്റ്റാറ്റസ് എന്നെ വല്ലാത്ത വേദനിപ്പിച്ചു. അപ്പോൾ അവൾ പറയാണ്, സിസോറിനാണെങ്കിലും വേദനയുണ്ട്. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് ഓപ്പറേഷൻ വേദന ഇല്ലാതെ പ്രസവം എന്നൊക്കെ പറയുമ്പോൾ സുഖം എന്നാണ് വിചാരിക്കുന്നത്. അത് അനുഭവിച്ചാക്കല്ലേ അതിൻ്റെ പ്രയാസം അറിയും. അപ്പോൾ അത് സാധാരണ പ്രസവത്തിനേക്കാൾ പ്രയാസം ഓപ്പറേഷൻ ചെയ്തിട്ടാകുമ്പോൾ. ഒരുപാട് സമയം കാത്തു നിന്നിട്ട് ഒരുപാട് സമയം, ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്കറിയാം, ഒരുപാട് സമയം കാത്തിക്കണം പ്രസവം പുറത്ത്. നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കും. ആദ്യത്തെ 2ാമത്തെ പ്രസവത്തിലൊക്കെ ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർമാർ പിന്നെ ഒരു രക്ഷയില്ല, ഓപ്പറേഷൻ ആക്കേണ്ടി വരും പറയും. അപ്പോൾ ഒക്കെ ഇതൊക്കെ നടക്കും. എന്നിട്ട് നമ്മൾ വിചാരിക്കപ്പോൾ എന്തോ സുഖമില്ല പരിപാടി ഇതെന്ന്. പുരുഷന്മാർക്ക് ഇതറിയില്ലല്ലോ, വേദന അനുഭവിച്ചവരോട് ചോദിക്കണം എത്രമാത്രം വേദന. പിന്നെ കൂടുതൽ സമയം റെസ്റ്റ് എടുക്കണം അവർക്ക്. പിന്നീട് പ്രസവിക്കുമ്പോൾ ഇങ്ങനെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, സിസോറിനാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ, നടുവിൻ്റെ വേദനകൾ, കാലിൻ്റെ വേദനകൾ, പ്രയാസങ്ങൾ, ചില പ്രസവ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഛർദികൾ, ഗർഭിണിയായുള്ള സമയത്തുള്ള ഛർദി, അതുപോലെ കാലിന് നീര് കെട്ടൽ, വെരിക്കോസ് പോലുള്ള അസുഖങ്ങൾ, പല പ്രയാസങ്ങൾ അവരനുഭവിക്കുന്ന പ്രയാസം നോക്കിയാൽ നമുക്ക് ഭയങ്കര സങ്കടമായി പോകും. അതൊക്കെ നമ്മൾ ഒരു പുരുഷനും മനസ്സിലാക്കണം, ചിന്തിക്കണം. അതുപോലെ നമ്മൾ ഷോർട്സ് വീഡിയോ ഒക്കെ കാണുമ്പോൾ നല്ല സൗന്ദര്യമുണ്ട് പെൺകുട്ടികൾക്ക്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു പെൺകുട്ടി, ഈ ഇൻ്റർവ്യൂ ഒക്കെ കാണാറുണ്ട് ഞാൻ. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ വായയിലെന്തോ അഭിനയിച്ച ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇവിടെ എന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടി പറയുന്നത്, എത്രയോ പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് ഈ പെൺകുട്ടി സെലക്റ്റാക്കി 1000-2000 അവർ നോക്കും.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നമുക്ക് കിട്ടുന്ന പാഠം 1000, 2000, 3000 പെൺകുട്ടികളെ തിരഞ്ഞ് നോക്കി അതിൽ നിന്ന് ഒരാൾ സെലക്റ്റാക്കി അഭിനയിപ്പിക്കുന്നു. അതേപോലെ സിനിമകൾ ചെയ്യുന്നു. അതേപോലെ ഇപ്പോൾ വീഡിയോസ് നമ്മൾ കാണുന്ന വീഡിയോസുകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വരുന്ന സ്ത്രീകൾ, എത്രയോ സ്ത്രീകൾ അത്ര കാണാൻ ഭംഗിയില്ലാത്ത സ്ത്രീകളുണ്ടാവും. പക്ഷേ നമുക്ക് നല്ല നല്ല ഭംഗി, അതൊരു മേക്കപ്പും കാര്യങ്ങളും ചെയ്യും പെൺകുട്ടികൾ. ഇപ്പോൾ തൃശ്ശാനെ പോലെ 40 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ തൃശ്ശാന നമുക്ക് കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത്, ശരി പെൺകുട്ടിയാണെന്ന് വിചാരിക്കും. പക്ഷേ എന്താ, അവർ മേക്കപ്പിലാണ് ജീവിക്കുന്നതിന്, മേക്കപ്പിലാണ് ഫുള്ള്. അതുപോലെ അപൂർവം പെൺകുട്ടികളെ ഇല്ലു അങ്ങനെ, അതും നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാവരും അങ്ങനെയല്ല. എല്ലാവരും മേക്കപ്പ് ഇട്ടിട്ട് ഇതാക്കി നടക്കുന്ന ആളുകൾ. നമ്മുടെ വീട്ടിൽ സാധാരണ ഇങ്ങനെ മാക്സി ഇട്ട് സൽവാറായിട്ട് ഇങ്ങനെ നടക്കുന്ന, വലിയ മേക്കപ്പ് ഒന്നും ഇല്ലാത്ത, ബ്യൂട്ടി പാർലർ കണ്ടിട്ട് പോലും ഇല്ലാത്ത അധികം ആളുകൾ, പെൺകുട്ടികളാണ് നമ്മുടെ നാടുകളിൽ, അധികം വീടുകളിൽ. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സൗന്ദര്യമായിട്ട് തോന്നും ഇവരൊക്കെ മേക്കപ്പും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ സ്ത്രീകളുടെ സൗന്ദര്യം സ്വഭാവത്തിലല്ല, അതായത് കാണുന്ന കാഴ്ചയിലല്ല, അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അതൊക്കെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്നായിരിക്കുന്നു. വീഡിയോ ലെങ്ത്ത് കൂടിയല്ലേ. നിങ്ങൾ ആവശ്യമുള്ളത് കാണുക, ബാക്കി കട്ട് ചെയ്യുക, പിന്നെ കാണുക.